ദേവ്യാനി നയനോട് പറയാണ്, നീ നിന്റെ സൗന്ദര്യം കാണിച്ച് അവനെ മയക്കാനൊന്നും കരുതണ്ട. എന്തൊക്കെ പറഞ്ഞാലും അവൻ നിന്റെ മടിയിൽ വീഴാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയന പറയാണ്, അമ്മേനെ തെറ്റിദ്ധാരണ അതൊക്കെ ഇന്നലെ തന്നെ കണ്ടതല്ലേ. ഒരു ദിവസം എന്നെ മാറ്റിക്കെടുത്തപ്പോ തന്നെ ആദിശ്യന്റെ പിന്നാലെ വന്നത്. അതുകൊണ്ട് എപ്പോഴും ആദിശ്യേട്ടൻ എന്നെ വിട്ട് പോയില്ല എന്ന് എനിക്ക് ഉറപ്പാ. എനിക്ക് ആദിശ്യനെ സത്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, സത്യത്തിനൊക്കെ എന്താടി വിലയുള്ളത് എന്ന് പറയുമ്പോൾ നയന പറയാണ്, സത്യത്തിന് എനിക്ക് ഒരുപാട് വിലയുണ്ടമ്മേ എന്നൊക്കെ പറയാണ്. ഓഹോ, നീ അപ്പൊ അത്രത്തോളം ആയല്ലേ, എന്നോട് നീ പകരം വിട്ടാൻ മാത്രം ആയല്ലേ. ഒരിക്കലും എന്റെ മകൻ നിന്നെ സ്നേഹിക്കുകയോ നിന്റെ ഒരു ദാമ്പത്യം നയിക്കുകയോ ചെയ്യില്ല എന്ന് ദേവേനി പറയുമ്പോഴേക്കും നയന ചോദിക്കുകയാണ്, അതെന്താമേ ആവശ്യത്തിന്റെ ആൺകുട്ടിയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താടി പറഞ്ഞേ എന്നും പറഞ്ഞിട്ട് ദേവയാനി നയനയുടെ നേരെ കൈയോങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്താ അമ്മേ തെറ്റുള്ളത്? ഒരു ആണും പെണ്ണും അതും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്ന സമയത്ത് അതാ നമ്മൾ എന്തായാലും ഒരു ദാമ്പത്യ ജീവിതമൊക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാന്ന് പറയുന്നത് എവിടുത്തെ പൊട്ടത്തിലമ്മ പറയുന്നത്. ഇനിയിപ്പൊ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പം കാണണം, അല്ലെങ്കിൽ ആദർശത്തിന് കുഴപ്പം കാണണം, അതല്ലാതെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട്. എന്നിട്ട് നയന പറയാണ്, ഇപ്പൊ ഞങ്ങള് അങ്ങനെ ഒരു റിലേഷൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ ശരിക്കും മനസ്സിലാക്കി നല്ല സ്നേഹത്തോടെ മാത്രം വരുന്ന ഞങ്ങളുടെ തീരുമാനം എന്നൊക്കെ നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവിയൻ ലോർക്കാണ് ആദർശ് പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണല്ലോ ഇവിടെ പറയുന്നത്. നയനനെയും ആദർശിനെയും കൂടിയിട്ട് തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ദേവയാനി രണ്ടുപേരും രണ്ടു മുറിയിലാക്കുന്നൊക്കെ ഉണ്ടിട്ടോ. അങ്ങനെ ആദർശ് നയനെ പാത്തും പതുങ്ങിയും കാണാൻ വരുന്നതും ദേവയാനി കൈയോടെ പിടികൂടുന്നൊക്കെയായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അതിന് തുടർച്ചയായിട്ടാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. അങ്ങനെ നയനയാണെങ്കിൽ ആദർശിനോട് പോയിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ ഇതുപോലൊക്കെ അമ്മ പറഞ്ഞു, ഞാനപ്പോ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറയുമ്പോ ആദർശ് പറയാണ്, ഓ അങ്ങനൊന്നും പറയണ്ടായിരുന്നു, അമ്മയ്ക്ക് എന്നെ തോന്നിക്കാണും. എന്ന് തോന്നാനാ, നമ്മൾ ഭാര്യയും ഭർത്താവല്ലേ, പിന്നെ നമ്മൾ തമ്മിൽ അങ്ങനെ റിലേഷൻ ഒന്നും വേണ്ടെന്നൊക്കെ വന്ന് പറഞ്ഞത് എവിടുത്തെ മര്യാദയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എങ്കിലും നീ അമ്മയുടെ അങ്ങനെ തിരിച്ചൊന്നും പറയണ്ട, ഞാൻ അങ്ങനെ തീർച്ചയായിട്ടൊന്നും പറഞ്ഞല്ല, ഞാൻ പറയേണ്ടത് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് നയനോടൊന്ന് പോവാണ്. ആദർശ് ഓർക്കാണ്, ഈശ്വര ഭാര്യയുടെ അമ്മയുടെ നടുവിൽ കിടന്ന് ഞാൻ ശ്വാസം മുട്ടേണ്ടി വരുമോ എന്നൊക്കെ ആദർശ് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ ദേവേനെ ഓർക്കാണ്, ഇനി ആദർശിന്റെ കാര്യമില്ല, ഞാൻ നോക്കും, അവളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കില്ല എന്നൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെ അവന് കോഫി റെഡി ആകുമ്പോഴേക്കും ദേവേനി കോഫി ഇങ്ങനെ തന്നേക്കെന്ന് പറഞ്ഞിട്ട് ആ കോഫി എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് പോവാണ്. ഈ സമയത്താണല്ലോ ആദർശ് പ്രതീക്ഷിച്ചിരിക്കുന്നത് നയനെയാണ് കേട്ടോ. അങ്ങനെ ആദർശം കൊണ്ട് തിരിഞ്ഞിരിക്കായിരിക്കും. കോഫി ഇങ്ങനെ വെക്കാൻ സൗണ്ട് കേൾക്കുമ്പോഴേക്കും നീ വന്നു അവിടെ വെക്ക്, എന്നിട്ട് നീ ഇങ്ങോട്ടൊന്ന് വന്നേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. റൊമാൻറ്റിക് ആയിട്ടാണ് പറയുന്നത്. അപ്പോഴേക്കും ദേവയാനി ആദർശ് എന്ന് വിളിക്കുന്നുണ്ട്. അയ്യോ അമ്മയോ, സോറി അമ്മേ, ഞാനോർത്തു നയനയാണെന്ന്, നീ ഓർക്കും എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ദേവയാനി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ആകെ പാടെ ചളയായി. നയനോട് പറയാൻ വെച്ച ഡയലോഗൊക്കെ അമ്മയോട് പറഞ്ഞല്ലോ എന്നോർത്ത് ആദർശ് അവിടെ ചളയടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേവയാനി ആകെപ്പാടെ വളിച്ച മുഖമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കാണ്, എന്ത് പറ്റി ദേവയാനി, ഇഞ്ചി അടിച്ച് കുരങ്ങനപ്പോലുണ്ടല്ലോ നിന്റെ മുഖം, എന്താ സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല അച്ഛാ എന്ന് പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞതിന് ശേഷം അവന്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അവന്റെ ഭാര്യ, ആ സ്ഥാനത്തേക്കൊക്കെ നീ കയറിപ്പോകുന്നത് എന്ത് ചീപ്പാ ദേവയാനി എന്ന് ചോദിക്കാണ്. അവന്റെ മകനല്ലേ, അവനുള്ള കോഫി കൊണ്ട് കൊടുത്തു വെച്ചാ എന്താ സംഭവിക്കാം? മുത്തശ്ശൻ പറയുന്നുണ്ട്, എല്ലാ ദിവസവും നയന ചെയ്യുന്ന കാര്യമാണ് അവന്റെ ബെഡ്റൂമിലേക്ക് കോഫിയായിട്ട് പോകുന്നത്. അതൊക്കെ വിവാഹത്തിന് മുമ്പ് നീ ആയിരുന്നിരിക്കാം, പക്ഷെ ഇപ്പൊ അത് ചെയ്യുന്നത് ഭാര്യയാ. അപ്പൊ നിന്റെ മോഹം ഇതുപോലെ ഇഞ്ചി അടിച്ച് പറയണ പോലൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും കളിയാക്കുന്നുണ്ട്. അവർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നയനയ്ക്ക് ഏകദേശമൊക്കെ കാര്യം മനസ്സിലാവാണ്. അങ്ങനെ നയനോട് ചിരിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആദർശിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടിട്ട് നയന മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. മുത്തശ്ശൻ ചോദിക്കാണ്, എന്താ ദേവയാനി നിനക്കിപ്പോ പോകണ്ടേ? ദേവയാനി ഒന്നും ഉണ്ടോ ഇങ്ങനെ പല്ല് കീറിമിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് ചെന്നിട്ട് നയന ചോദിക്കാണ്, അല്ല ആദർശേട്ടന് എന്താ അമ്മയോട് പറഞ്ഞേ? ഒന്നും പറയണ്ട, ആകെ പാടെ ചളിയായി. നിന്നോട് പറയാൻ കുറച്ച് ഡയലോഗൊക്കെ റിഹേഴ്സൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അമ്മയുടെ മുമ്പിൽ പറഞ്ഞു, നാണിട്ട് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാ അമ്മ താഴെ തുള്ളിച്ചാടി ഇറങ്ങി പോകുന്നത് കണ്ടു. താഴെ പോയിരുന്നപ്പോഴേക്കും മുത്തശ്ശനും അമ്മേനെ ശരിക്കും കളിയാക്കി വിട്ടു. ഇഞ്ചി അടിച്ച് കുഴങ്ങനെ പോലെ ആയാലും മുഖം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മേനെ ശരിക്കും കളിയാക്കി വിട്ടെ. അത് വേണ്ടായിരുന്നു, അമ്മയ്ക്ക് അതിന്റെ പേര് ദേഷ്യമാവല്ലോ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ഒരുങ്ങി താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും പെട്ടെന്ന് തന്നെ ദേവയാനി എടുത്തുകൊണ്ട് പോയി ടേബിളിൽ വെക്കുന്നുണ്ട്. ആദർശമനെ കഴിക്കാന്നും പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേവയുടെ ഈ അസുഖം മനസ്സിലാക്കിയിട്ട് നയന അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നുണ്ട്. മുത്തശ്ശിയൊക്കെ ഇത് കണ്ട് ചിരിക്കാണ് കേട്ടോ. ഇവൾക്ക് കിട്ടാനുള്ളത് കിട്ടുമ്പോ തന്നെ മാറിക്കോളും എന്നൊക്കെ മുത്തശ്ശനും പറഞ്ഞുകൊണ്ട് നിൽക്കാണ്.
അങ്ങനെ ആദർശ് മതിയമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കുന്നുണ്ട്. ആദർശിന് മനസ്സിലാവാണ് അമ്മ നയനോട് മത്സരിച്ച് എല്ലാ അധികാരങ്ങളും ആദർശിനടുക്കൽ നിന്ന് ദേവയാനി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കാന്നുള്ള കാര്യമൊക്കെ ആദർശിനും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ആദർശിന് അടുത്തന്നെ ദേവയാനി ഇരുന്നിട്ട് കഴിക്കുമോനെ ഇച്ചിരി കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ആ കഴിക്കാമേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടുന്ന് വാരി കഴിക്കുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മുത്തശ്ശനും ഇരിക്കുമ്പോഴേക്കും ദേവയാനി അവർക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട്. അല്ല ദേവയാനി, നീ എപ്പോഴാണ് അടുക്കളയിൽ കയറിയത്? അയ്യോ അച്ഛാ, ഞാൻ അടുക്കളയിൽ കയറിയില്ല. അല്ല, നീ ഇത്ര ആത്മാർത്ഥത്തിൽ വന്നു കണ്ടപ്പോ ഞാൻ ഓർത്തു നീ വെളുപ്പിനെണീച്ച് അടുക്കള കയറി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചതാണെന്ന്. അപ്പൊ നീ ഉണ്ടാക്കിയതല്ലേ എന്ന് മുത്തശ്ശൻ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ദേവനും ഉണ്ടായിരിക്കാണ്. ഓ, നയനമാണല്ലോ അല്ലെ പാചകം ചെയ്തത്. നീ വിളമ്പാൻ വന്നതല്ലേ? അത് സാരമില്ല, ഞാൻ വിളമ്പി കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശൻ കളിയാക്കുന്നുണ്ട്. എനിക്കിപ്പോ മനസ്സിലാവാണ് മുത്തശ്ശനും തനിക്കിട്ട് കളിയാക്കാൻ വേണ്ടിട്ട് തന്നെ മനഃപൂർവ്വം വന്ന് ടേബിളിൽ ഇരിക്കാനുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ദേവയാനി അവർക്ക് വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശന് മനസ്സിലാവാണ് വീട്ടിനുള്ളില് ഒരു ഫൈറ്റ് തുടങ്ങാനുള്ള ചാൻസ് ഒക്കെ കാണുന്നുണ്ട് എന്ന് ആദർശ് മനസ്സിലാക്കാണ്. എനിക്ക് മതി അമ്മയെന്ന് പറഞ്ഞിട്ട് ആദർശ് പകുതിക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ട്. മുഴുവനും കഴിച്ചു ചെറുക്കനാ എല്ലാ ദിവസവും, ഇപ്പൊ കണ്ടില്ലേ അവൻ പകുതിയാക്കി എന്ന് മുത്തശ്ശൻ കളിയാക്കി പറയുമ്പോഴേക്കും പെട്ടെന്ന് ആദർശിന് കാര്യം മനസ്സിലായി ഓടി തിരിച്ചിരിക്കുന്നുണ്ട്. അയ്യോ അമ്മേ, വിശപ്പ് മാറിയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും കഴിക്കാണ്. ദേവേനെ വിളമ്പെത്തുന്നപ്പം പകുതിയെ കഴിച്ചുള്ള അർത്ഥത്തിലാണല്ലോ മുത്തശ്ശൻ കളിയാക്കി പറഞ്ഞത്. പെട്ടെന്ന് തന്നെ ആദർശം ഇരിക്കാണ് ഇനി ദേവിന് വേണ്ടി വലിയ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിട്ട്. എന്നിട്ട് ആദർശ് മുത്തശ്ശനെ കണ്ണിറക്കി കാണിക്കുന്നുണ്ട്. വഴക്കുണ്ടാക്കല്ലേന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് ദോശ കഴിക്കാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യങ്ങൾ ചോദിക്കാണ്, എന്താണ് ഈ കാണുന്നത്? നിന്റെ അമ്മായിമ്മനിട്ട് വട്ടത്തിലിട്ട് എല്ലാവരുടെയും ഇട്ട് ആക്കുവാണല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നും പറയണ്ടെന്ന് ചേച്ചി, അമ്മയ്ക്ക് ഇന്നലെ തൊട്ട് തുടങ്ങിയതാ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് ഓരോന്നും കാണിച്ചോണ്ടിരിക്കാം. അത് മുത്തച്ഛനും മനസ്സിലായിട്ട് അവരമ്മയെ കളിയാക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ എന്താ പറയാൻ പറ്റുക എന്നൊക്കെ നയനെ പറയുന്നുണ്ട്. നീ ഒന്നും പറയണ്ട, ഇപ്പൊ കാണിക്കുന്ന തന്നെയാ കറക്റ്റ്. നിന്റെ അമ്മായിമ്മയ്ക്ക് അത് വേണ്ടതാ. ഒരു ഭാര്യ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം അമ്മയുടെ സ്ഥാനത്ത് നിൽക്കണം. ഫുള്ള് മോനെ പിന്നെ കുഞ്ഞാവി എന്ന് കരുതി അവരെ കെയർ ചെയ്യാൻ പോകുമ്പോഴല്ലേ ഉള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കെയർ ചെയ്യണം. അല്ലാതെ കൂടുതൽ ഭാര്യയുടെ സ്ഥാനം ഏറ്റെടുത്ത് ചമയാൻ ശ്രമിച്ചാല് ഇതുപോലൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് നവയും പറയുന്നുണ്ട്. എന്നിട്ട് നവി പറയാണ്, ഉരുളക്കിപ്പേരി പോലെ അപ്പോഴും മറുപടി കൊടുത്ത തീരാന സോക്കേട് ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ നിന്നെ പോലെ എല്ലാം അങ്ങോട്ട് മനസ്സിലുള്ളിൽ ഒതുക്കി വെച്ചിട്ട് എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കുമ്പോഴേക്കും അവർ തലയിൽ കയറുന്ന മുളകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്ന് ചെയ്യാനാ ചേച്ചി, എനിക്കൊന്നും പറയാൻ പറ്റില്ല. ആദർശം പറഞ്ഞിട്ടുണ്ട് അങ്ങനൊന്നും പറയില്ലെന്ന്, അതുകൊണ്ടാ എന്നൊക്കെ പറയാണ്. എന്തായാലും മുത്തശ്ശൻ ശരിക്കും മറുപടി കൊടുക്കുന്നുണ്ട്, അത് തന്നെ ധാരാളം എന്നൊക്കെ നവി എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് അവരോട് ചിരിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതിന്റെ ബാക്കി സ്റ്റോറീസ് ഒക്കെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ് ആയിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.